നാസറാണ്. താമസം തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ. എന്റെ പ്രൊഫഷൻ ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്. 9 വർഷം സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ ഫാമിലിയിൽ എന്റെ അച്ഛന് കിട്ടിയ വലിയൊരു റിസൾട്ട് ആണ് ഐപൾസ് ഉപയോഗിച്ചിട്ട്. അച്ഛനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ANM സ്റ്റാഫായി വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയർഡ് ആയി. അച്ഛന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അച്ഛൻ 14 വർഷത്തോളം ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അടിമയായിരുന്നു. ഒത്തിരി അച്ഛൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലും അതേ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. അതുപോലെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലും ഞങ്ങൾ സ്കിൻ ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചു. അലോപ്പതി, ഹോമിയോ എന്ന് വേണ്ട ഒത്തിരി മെഡിസിൻസ് അച്ഛൻ ഉപയോഗിച്ചു. അതിലൊന്നും ഒരു റിസൾട്ട് കിട്ടിയില്ല. മെഡിസിൻ കഴിക്കുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയെങ്കിലും പൂർണ്ണമായിട്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല. അച്ഛന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അച്ഛന് വെയിൽ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഈ ഒരു ഇത് ഒരു ഇറിറ്റേഷൻ ഉള്ളത് കൊണ്ട് ദേഹം ഫുള്ളും റെഡ്നെസ് ആവും. പിന്നെ ചൂടുകൂര് പോലെ വന്നിട്ട് അങ്ങ് ചൊറിച്ചിലാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പുറത്തോട്ട് ഇറങ്ങാറില്ല. ഇനി ഈ അവസ്ഥയിലാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അച്ഛന് ഈ ഐപൾസ് എന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. ആ സാറിലുള്ള ഒരു വിശ്വാസമാണ്. കാരണം ആദ്യം ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒത്തിരി പ്രോഡക്റ്റിന് ഒത്തിരി വിലയാണ്, ഉപയോഗിക്കാൻ എന്തായാലും അതൊന്നുമല്ല, വിലയൊന്നുമല്ല ഞങ്ങൾ നോക്കിയത്. ആ സാറിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ അത് ഉപയോഗിച്ചു. ആദ്യമൊന്നും വലിയ റിസൾട്ട് കിട്ടിയില്ല, കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല. ഒരു 3 ബോട്ടിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ആ ചൊറിച്ചിലൊന്നും മാറിയത്. പിന്നെ ഒരു കണ്ടിന്യൂസ് വീണ്ടും ബോട്ടിൽ ഉപയോഗിച്ചു. അപ്പോഴേക്കും അച്ഛൻ ആ ചൂടുകൂരും ഒക്കെ ഒന്ന് മങ്ങി തുടങ്ങി. അച്ഛൻ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 14-15 ബോട്ടിലോളം തന്നെ ഐപൾസ് അച്ഛൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വലിയ റിസൾട്ട് എന്ന് പറയാൻ ഈ 14 വർഷം കൊണ്ട് അച്ഛൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ഐപൾസിലൂടെ മാറ്റാനായിട്ട് സാധിച്ചു. ഞാനും അച്ഛനും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് കിട്ടാത്ത വലിയൊരു റിസൾട്ടാണ് ഇൻഡസ്ട്രിവയിലെ ഐപൾസ് എന്ന പ്രോഡക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. ഞങ്ങൾക്ക് വലിയൊരു റിസൾട്ടാണ്. ഓക്കെ, താങ്ക് യു ഇൻഡസ്ട്രിവ, താങ്ക് യു ഐപൾസ്. ദീന മാഡം, 1-2 ക്വസ്റ്റ്യൻസ്. ഇപ്പോ മാഡം ഓൾറെഡി സ്റ്റാഫ് നഴ്സ് ആയിട്ടല്ലേ ജോലി ചെയ്തിരുന്നത്? അതെ സാർ, സ്റ്റാഫ് നഴ്സ് ആണ്. എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? ഇവിടെയാണ് നിങ്ങൾ പോയിന്റ് കേൾക്കട്ടെ. എത്ര വർഷം വർക്ക് ചെയ്തു? ഞാൻ 9 വർഷം വർക്ക് ചെയ്തു സാർ. ഓക്കെ. ഫാദർ എന്തായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്? അച്ഛൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാവിധ നോളജുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഈ ഒരു ഫാമിലിയിൽ ഐപൾസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് സുഹൃത്ത് പറയുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നോ? അതോ വല്ല റെഫറൻസ് കഴിഞ്ഞിട്ടാണോ കഴിച്ചത്? അതോ ആ സുഹൃത്തിനോടുള്ള വിശ്വാസം കൊണ്ടാണോ കഴിച്ചത്? ആ സുഹൃത്തിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾ ഉപയോഗിച്ചത്. എന്തായാലും നമുക്ക് വലിയൊരു റിസൾട്ട്. നമ്മൾ ചിന്തിക്കുക, 14 വർഷമായിട്ട് ഉള്ള ഒരു സോറിയാസിസ് റിസൾട്ട്, അല്ലെങ്കിൽ സോറിയാസിസ് അല്ലെങ്കിൽ ഒരു സ്കിൻ പ്രോബ്ലം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സ്കിന്നില് നമുക്കൊരു മുഖക്കുരു വന്നാൽ അല്ലെങ്കിൽ ഒരു ചൂടുകുരു വന്നാൽ അനുഭവിക്കുന്ന പ്രശ്നം നമുക്കറിയാം. ശരീരമാസകലം വിറക്കുന്ന സമയത്ത് ചൂടുകുരു പോലെ പൊന്തുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 14 വർഷമായിട്ടുള്ള അസുഖം, അത് നമ്മളെ 14 ബോട്ടിൽ ഐപൾസ് കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഐപൾസിന് എന്തായാലും കയ്യടി കൊടുക്കേണ്ടത്.